സംസ്ഥാനത്ത് സിനിമാ സംഘടനകൾ പണിമുടക്കിലേക്ക് ഈ മാസം 22-ന് സൂചനാ പണിമുടക്ക് നടത്തും. സിനിമാ നിർമ്മാണം പൂർണ്ണമായി മുടങ്ങാനാണ് സാധ്യത. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിനിമാ സംഘടനകൾ പണിമുടക്കിലേക്ക് പോകുന്നത്? രാഖി, സിനിമാ വ്യവസായത്തിൽ നിന്നും നികുതി വരുമാനമായി വലിയ ഒരു തുക ലഭിച്ചിട്ടും സർക്കാർ ഈ മേഖലയുടെ വികസനത്തിനായി യാതൊന്നും ചെയ്യുന്നില്ല എന്ന ആരോപണം ഏറെക്കാലമായി സിനിമാ മേഖലയിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനിയും കാത്തിരിക്കാനാവില്ല എന്ന ഒരു നിലപാടിൽ സിനിമാ നിർമ്മാണം തന്നെ പൂർണ്ണമായും നിർത്തിവെക്കാൻ ഫിലിം ചേംബർ തീരുമാനിക്കുന്നത്. മറ്റ് സിനിമാ സംഘടനകളും ഈ സമരത്തോട് യോജിക്കുമെന്നാണ് കരുതുന്നത്. 10 വർഷത്തിലേറെയായി സർക്കാരിനോട് പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിലൊന്നും തന്നെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. വിനോദ മേഖലയായ സിനിമാ വ്യവസായത്തോട് സർക്കാർ കാണിക്കുന്നത് വലിയ അവഗണനയാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പലപ്പോഴായി ഇക്കാര്യം സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോഴൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺക്ലേവിന് ശേഷം കൃത്യമായ പരിഹാരം ഉണ്ടാകും, കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നെങ്കിലും അതിനുശേഷവും ഇത്രയും നാൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. സിനിമാ വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സിനിമാ നിർമ്മാണത്തിനായി അധിക ചെലവ് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏതാണ്ട് 184 സിനിമകൾ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയെങ്കിലും നാമമാത്രമായ സിനിമകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ നിർമ്മാണ ചെലവ് താങ്ങാനും ബുദ്ധിമുട്ടായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഫിലിം ചേംബർ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വിനോദ നികുതിക്ക് പുറമേയുള്ള GSTക്ക് പുറമേയുള്ള വിനോദ നികുതി ഒഴിവാക്കണം, വൈദ്യുതി താരിഫിൽ വ്യതിയാനം വരുത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജനുവരി മുതൽ സർക്കാർ തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ല, സിനിമാ ബഹിഷ്കരണം തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ ഫിലിം ചേംബർ തീരുമാനിച്ചിരുന്നു. പിന്നീട് പ്രത്യക്ഷമായ സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും അവർ അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുകയോ സർക്കാർ ചെയ്തില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ ഇപ്പോൾ സിനിമാ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സിനിമാ വ്യവസായത്തെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിനിമാ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കുന്നതോടെ വിനോദ മേഖലയാകെ നിശ്ചലമാകും. അപ്പോൾ സർക്കാരിന് നികുതി ഇനത്തിൽ വലിയ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്നതും നിലയ്ക്കും. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നേരത്തെ മുതൽ തന്നെ ഇവർ സമര ആഹ്വാനം ചെയ്തിരുന്നു. ജനുവരി മുതൽ സർക്കാർ തിയേറ്ററുകൾക്ക് സിനിമകൾ നൽകില്ല എന്ന തീരുമാനവും എടുത്തിരുന്നു. അതിനുശേഷവും നടപടി ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ തന്നെയാണ് തിയേറ്ററുകൾ അടച്ചിടാനും സിനിമാ നിർമ്മാണങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഈ മാസം 22-ന് സൂചനാ പണിമുടക്ക് നടക്കും. അതിനുശേഷവും നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് സിനിമാ സംഘടനകളുടെ തീരുമാനം. ശരി ബീന, സംസ്ഥാനത്ത് സിനിമാ സംഘടനകൾ പണിമുടക്കിലേക്ക് നീങ്ങുകയാണ്. ഈ മാസം 22-ന് സൂചനാ പണിമുടക്ക് നടത്തും. വിവരങ്ങൾ നൽകിയത് ബീന റാണിയാണ് കൊച്ചിയിൽ നിന്ന്.